Hi friends, welcome to Electron College of Engineering. So, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത IC എഞ്ചിൻ്റെ പാർട്ട് 1ൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദി മാക്സിമം ടെമ്പറേച്ചർ ഇൻ ദി IC എഞ്ചിൻ സിലിണ്ടർ ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് 500 to 1000 degrees Celsius, 1000 to 500 degrees Celsius, 1500 to 2000 degrees Celsius, 2000 to 2500 degrees Celsius. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് 2000 to 2500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് IC എഞ്ചിൻ സിലിണ്ടറിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ വളരെ ഹൈ ആണ്. കാരണം നിങ്ങൾക്കറിയാം അതിൻ്റെ ഉള്ളിൽ സ്പാർക്ക് ഇഗ്നീഷൻ അല്ലെങ്കിൽ കംപ്രഷൻ ഇഗ്നീഷൻ ഇത് രണ്ടുമാണ് ഒക്കർ ചെയ്യുന്നത്. സോ അതിൽ ഒക്കർ ചെയ്യുന്ന ടെമ്പറേച്ചർ വളരെ ഹൈ ആണ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരിക 2000 to 2500 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെക്സ്റ്റ് വൺ, ഇൻ കംപ്രഷൻ ഇഗ്നീഷൻ എൻജിൻസ് സ്വേൾ ഡിനോട്ട്സ് എ. സ്വേൾ എന്ന് വെച്ചാൽ എന്താ? സ്വേൾ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നോർമലി ഒരു റൊട്ടേഷൻ മൂവ്മെൻറ്റ്, ഒരു റൊട്ടേഷനെയാണ് സ്വേൾ എന്ന് ഉദ്ദേശിക്കുന്നത്. നോക്കുക ക്വസ്റ്റ്യനിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഹസാർഡ് മോഷൻ ഓഫ് ദി ഗ്യാസസ് ഇൻ ദി ചേംബർ, റോട്ടറി മോഷൻ ഓഫ് ദി ഗ്യാസസ് ഇൻ ദി ചേംബർ, റേഡിയൽ മോഷൻ ഓഫ് ഗ്യാസസ് ഇൻ ദി ചേംബർ, നൺ ഓഫ് ദി അബോവ്. നമുക്ക് ഈ സ്വേൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചേംബറിനുള്ളിൽ ഉണ്ടാകുന്ന ഗ്യാസ്, അതായത് ക്രാങ്ക് ചേംബറിനുള്ളിൽ ഉണ്ടാകുന്ന ഗ്യാസ് എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യും? ക്രാങ്ക് ചേംബറിൽ ഉണ്ടാകുന്ന ഗ്യാസ് അവിടെ നിന്ന് എന്ത് ചെയ്യും? സിലിണ്ടറിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. സോ സിലിണ്ടറിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്ന ആ ഒരു റോട്ടറി പ്രോസസ്സ്, ആ റോട്ടറി പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് സ്വേൾ എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ്, റോട്ടറി മോഷൻ ഓഫ് ഗ്യാസസ് ഇൻ ദി ചേംബർ. നെക്സ്റ്റ് വൺ നോക്കുക. ദി നോക്കിംഗ് ഇൻ സ്പാർക്ക് ഇഗ്നീഷൻ എൻജിൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ. അതായത് നമ്മൾ നോർമലി നമ്മൾ നോക്കിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ്, അതായത് നമ്മൾ സ്പാർക്ക് ഇഗ്നീഷൻ എൻജിനിൽ വളരെയധികം ഡിസഡ്വാൻറ്റേജ് വരുന്നൊരു കാര്യമാണ് നോക്കിംഗ്. നോക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താ? അത് എൻജിൻ്റെ എഫിഷ്യൻസി കുറയ്ക്കുന്നൊരു സംഭവമാണ്. നോക്കിംഗ് എന്ന് പറയുമ്പോൾ എൻജിൻ്റെ എഫിഷ്യൻസി കുറയ്ക്കുന്നൊരു സംഭവമാണ്. സോ ഈ എൻജിൻ്റെ എഫിഷ്യൻസി കുറയ്ക്കുന്ന സംഭവം നമുക്ക് എന്ത് ചെയ്യണം? മാക്സിമം എലിമിനേറ്റ് ചെയ്യണം, അതായത് റെഡ്യൂസ് ചെയ്യണം. അതെങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നത് ചോദിക്കുന്നത്. എൻ്റെ ഓപ്ഷൻ ഇതാന്നിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ്? റിട്ടാർഡിങ് ദി സ്പാർക്ക്. സെക്കൻഡ് വൺ, ഇൻക്രീസിങ് ദി എൻജിൻ സ്പീഡ്. സി ബോത്ത് എ ആൻഡ് ബി. ഡി നൺ ഓഫ് ദീസ്. സോ നോക്കുക, നോർമലി സ്പാർക്ക് ഇഗ്നീഷൻ എൻജിനിൽ നമുക്ക് നോക്കിംഗ് കുറക്കണമെങ്കിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്പാർക്ക് റിട്ടാർഡ് ചെയ്യുക. അവിടെ വരുന്ന എന്താ? സ്പാർക്ക് റിട്ടാർഡ് ചെയ്യുക. സെക്കൻഡ് വൺ ആണ് എൻജിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക. സോ ഇത് രണ്ടും കറക്റ്റാണ്. സോ കറക്റ്റ് ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി ആയിരിക്കും വരിക. നമ്മുടെ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ സി ആയിരിക്കും. സോ ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ബി. നെക്സ്റ്റ് നോക്കുക. ഇൻ എ 4-stroke സൈക്കിൾ ഡീസൽ എൻജിൻ ദി എക്സോസ്റ്റ് വാൾവ്. എക്സോസ്റ്റ് വാൾവ് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ നോക്കുക. ഓപ്പൺസ് അറ്റ് 30 ഡിഗ്രി ബിഫോർ ബോട്ടം ഡെഡ് സെൻറ്റർ ആൻഡ് ക്ലോസസ് അറ്റ് 10 ഡിഗ്രി ആഫ്റ്റർ ടോപ്പ് ഡെഡ് സെൻറ്റർ. Then next one, opens at 30 degree after bottom dead center and closes at 10 degree before top dead center. Opens at bottom dead center and closes at top dead center. May open and close anywhere. ജസ്റ്റ് നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. ഈ എക്സോസ്റ്റ് വാൾവ് എപ്പോഴാണ് ഓപ്പൺ ആവുന്നത്? എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആവുന്നത് നമുക്കറിയാം. എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആകുമ്പോൾ നമ്മൾ പിസ്റ്റൺ എവിടെയാണ് കിടക്കുന്നത്? അതായത് പിസ്റ്റൺ കിടക്കുന്നത് ബോട്ടം ഡെഡ് സെൻറ്ററിൻ്റെ അടുത്തോട്ടാണ്. അതായത് ഓപ്പൺസ് അറ്റ് 30 ഡിഗ്രി ബിഫോർ, അതായത് ബോട്ടം ഡെഡ് സെൻറ്ററിൻ്റെ അടുത്തോട്ട് വരുമ്പോഴാണ് എന്ത് തുറക്കുന്നത്? എക്സോസ്റ്റ് വാൾവ് തുറക്കുന്നത്. പക്ഷേ കറക്റ്റ് ബോട്ടം ഡെഡ് സെൻറ്ററിലായിരിക്കില്ല, ബോട്ടം ഡെഡ് സെൻറ്ററിൽ എത്തുന്നതിന് കുറച്ച് മുന്നേ ആയിരിക്കും. സോ ആൻസർ എന്തായിരിക്കും? എ ആണ് കറക്റ്റ് വരിക. അത് ഓപ്പൺസ് അറ്റ് 30 ഡിഗ്രി ബിഫോർ ബോട്ടം ഡെഡ് സെൻറ്റർ ആൻഡ് ക്ലോസസ് അറ്റ് 10 ഡിഗ്രി ആഫ്റ്റർ ടോപ്പ് ഡെഡ് സെൻറ്റർ. സോ ആൻസർ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കാം. ദി പ്രഷർ അറ്റ് ദി എൻഡ് ഓഫ് കംപ്രഷൻ ഇൻ കേസ് ഓഫ് ഡീസൽ എൻജിൻ ഈസ് ഓഫ് ദി ഓർഡർ ഓഫ്. അത് കംപ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് ഡീസൽ എൻജിനിൽ ഉണ്ടാകുന്ന പ്രഷർ അതിൻ്റെ ഓർഡറാണ് ചോദിക്കുന്നത്. 6 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ, 12 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ, 20 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ, 35 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ. സോ കംപ്രഷനിലുണ്ടാകുന്ന പ്രഷർ ഓർച്ച് നോക്കുക, 35 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ. അത് കംപ്രഷൻ്റെ സമയത്താണ് ഏറ്റവും ഹൈ പ്രഷർ ഉണ്ടാകുന്നത്. സോ ദാറ്റ്സ് ദ റേഞ്ച് ഓഫ് 35 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ. നെക്സ്റ്റ്, ദ ഫ്യൂവൽസ് ഇൻ ദി ഓർഡർ ഓഫ് ഡിക്രീസിങ് നോക്ക് ടെൻഡൻസി ഫോർ സ്പാർക്ക് ഇഗ്നീഷൻ എൻജിൻസ് ആർ. അതായത് നമുക്ക് നോക്കിങ് ഏറ്റവും കുറഞ്ഞ ഫ്യൂവലാണ് നമ്മൾ ഏറ്റവും നല്ല ഫ്യൂവൽ, അതായത് അതിൻ്റെ എഫിഷ്യൻസി ഏറ്റവും ഹയർ ആയിരിക്കും. സോ
ഏറ്റവും കുറഞ്ഞ ഫ്യൂവലിൻ്റെ ഓർഡറിൽ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ ഇതാണ്: പാരഫിൻ, ആരോമാറ്റിക്, നാഫ്തീൻ, പാരഫിൻ, നാഫ്തീൻ, ആരോമാറ്റിക്, നാഫ്തീൻ, ആരോമാറ്റിക്, പാരഫിൻ, നാഫ്തീൻ, പാരഫിൻ, ആരോമാറ്റിക്. നമുക്ക് ഏറ്റവും കുറഞ്ഞ ഓർഡറിലാണ്, അതായത് ഏറ്റവും കുറഞ്ഞ ഓർഡർ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ആദ്യം വെക്കുന്നത് എന്തായിരിക്കണം? ഇൻ ദി ഓർഡർ ഓഫ് ഡിക്രീസിങ് നോക്ക് ടെൻഡൻസിയാണ്. സോ ഏറ്റവും കൂടുതൽ നോക്ക് ടെൻഡൻസി ആയിരിക്കണം ആദ്യമുള്ളത്, പിന്നെ കുറഞ്ഞു വരണം. സോ ആൻസർ നോക്കുമ്പോൾ ഏതാ വരിക? ഏറ്റവും കൂടുതൽ വരിക പാരഫിനാണ് ഏറ്റവും കൂടുതൽ വരിക നോക്ക് ടെൻഡൻസി. ദെൻ അതിനെക്കാട്ടും കുറവായിരിക്കും എന്ത്? നാഫ്തീൻ. അതിനെക്കാട്ടും കുറവായിരിക്കും എന്ത്? ആരോമാറ്റിക്. സോ ഡിക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ പാരഫിൻ, നാഫ്തീൻ, ആരോമാറ്റിക്. ക്ലിയർ? നെക്സ്റ്റ് വൺ, ദി ഇഗ്നീഷൻ ക്വാളിറ്റി ഓഫ് പെട്രോൾ ഈസ് എക്സ്പ്രസ്ഡ് ബൈ. നോക്കുക, നമുക്കിവിടെ മെയിൻ 2 ടേമാണ് വരുന്നത്. ഇഗ്നീഷൻ ക്വാളിറ്റി, അത് പെട്രോളിൻ്റെ ഇഗ്നീഷൻ ക്വാളിറ്റി ആണെങ്കിൽ നമ്മൾ നോർമലി നോട്ട് ചെയ്യുക ഒക്ടെയിൻ നമ്പർ വെച്ചിട്ടാണ്. സിമിലർലി ഇപ്പം ഡീസലിൻ്റെ ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഡീസലിൻ്റെ ആണെങ്കിൽ ഏതാണ്? സീറ്റെയിൻ നമ്പറാണ്. ഡീസലിൻ്റെ ഏതാണ്? സീറ്റെയിൻ നമ്പർ. സോ ഇവിടെ എന്താ ആൻസർ വരിക? ഇവിടെ വരുന്ന ആൻസർ ഒക്ടെയിൻ നമ്പർ ആയിരിക്കും. പെട്രോളിൻ്റെ ക്വാളിറ്റി നമ്മൾ എപ്പോഴും നിർണ്ണയിക്കുന്നത് ഏത് വെച്ചാണ്? ഒക്ടെയിൻ നമ്പർ വെച്ചാണ്. ഡീസലിൻ്റെ ആണെങ്കിൽ സീറ്റെയിൻ നമ്പർ. നെക്സ്റ്റ് നോക്ക്, ദി ഓപ്പറേഷൻ ഓഫ് ഫോഴ്സിങ് അഡീഷണൽ എയർ അണ്ടർ പ്രഷർ ഇൻ ടു എൻജിൻ സിലിണ്ടർ ഈസ് നോൺ ആസ്. അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യും? എയർ എൻജിൻ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് എക്സ്ട്രാ എയർ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യും. അതിനെന്താണ് പറയുന്നത്? അതെന്തിനാണ് എയർ ഇഞ്ചെക്ട് ചെയ്യുന്നത്? അത് നമ്മളെ എൻജിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ. അതിനെന്താ നമ്മൾ പറയുന്നത്? അതിന് പറഞ്ഞ പേരാണ് സൂപ്പർ ചാർജിങ്. അതിന് പറഞ്ഞ പേരാണ് സൂപ്പർ ചാർജിങ്. സോ ആൻസർ എ. നെക്സ്റ്റ്, ദ തിയറിറ്റിക്കലി കറക്റ്റ് എയർ ഫ്യൂവൽ റേഷ്യോ ഫോർ പെട്രോൾ എൻജിൻ ഈസ് ഓഫ് ദി ഓർഡർ ഓഫ്. അതായത് നമ്മളെ എയർ ഫ്യൂവൽ റേഷ്യോ നമുക്കറിയാം. നമ്മൾ പെട്രോൾ എഞ്ചിനിൽ എന്താ യൂസ് ചെയ്യുന്നത്? എയർ ഫ്യൂവൽ റേഷ്യോ. എയറും ഫ്യൂവലും ഒരു പർട്ടിക്കുലർ റേഷ്യോയിലാണ് യൂസ് ചെയ്യുക. അതിനാണ് നമ്മൾ പറയുന്നത് എയർ ഫ്യൂവൽ റേഷ്യോ. സോ അത് പെട്രോൾ എഞ്ചിനിൽ ഏത് ഓർഡറിലായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 15:1. അതായത് 15 യൂണിറ്റ് നമ്മൾ എയർ യൂസ് ചെയ്യുമ്പോൾ എന്ത് യൂസ് ചെയ്യണം? പെട്രോൾ നമ്മൾ എന്ത് ചെയ്യും? 1 യൂണിറ്റ് യൂസ് ചെയ്യും. 15 യൂണിറ്റ് എയറും 1 യൂണിറ്റ് പെട്രോൾ യൂസ് ചെയ്യും. സോ ആൻസർ ഡി, 15:1. Next one, in an internal combustion engine, the process of removing the burned gases from the combustion chamber of engine cylinder is known as. The internal combustion engine ഈ ബേൺ ഗ്യാസസ് combustion chamberൽ എന്തുണ്ടാവും? ലാസ്റ്റ് ബേൺ ഗ്യാസസ് ഉണ്ടാവും. എക്സോസ്റ്റിൻ്റെ സമയത്ത് എന്ത് ചെയ്യും? നമ്മളത് റിമൂവ് ചെയ്യും. ആ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പേര്? സ്കാവെഞ്ചിങ് എന്നാണ് പറയുക. റിമൂവ് ചെയ്യുന്നതിന് സ്കാവെഞ്ചിങ് എന്നാണ് പറയുക. നെക്സ്റ്റ്, the ignition of the charge by some hot surface within the engine before the passage of spark is called. നോർമലി എസ് എഞ്ചിൽ എങ്ങനെയാണ്? സ്പാർക്കിൻ്റെ സമയത്താണ് എന്ത് ബേൺ ചെയ്യുന്നത്? ചാർജ് എന്ന് വെച്ചാൽ എന്താ? എയർ ഫ്യൂവൽ മിക്സ്ചർ, അത് ബേൺ ചെയ്യുന്നത്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബിഫോർ ദി പാസേജ് ഓഫ് സ്പാർക്ക്, അതായത് സ്പാർക്ക് ഉണ്ടാവുന്നതിന് മുന്നേ ഇഗ്നിഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിനെന്ത് പറയും? എന്താണ് പറയുക? മുന്നേയിലെ വേർഡ് എന്താ? പ്രീ അല്ലേ? സോ പ്രീ ഇഗ്നിഷൻ, മുന്നേ ബേൺ ചെയ്യുന്നതാണ് പ്രീ ഇഗ്നിഷൻ. സോ ആൻസർ എ. നെക്സ്റ്റ് നോക്കുക, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എൻജിൻസ് വിൽ ഹാവ് ഹെവിയർ ഫ്ലൈ വീൽ ദാൻ ദി റിമൈനിങ് വൺ. ഇത് ഫ്ലൈ വീൽ എന്ന് വെച്ചാൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മളെ എൻജിനിൽ എനർജി സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഫ്ലൈ വീൽ. ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള ഫ്ലൈ വീൽ ഇതിൽ ഏത് എൻജിൻ ഉപയോഗിക്കുന്നത് നോക്കുന്നത്? നമുക്ക് എ ബി സി ഡി 4 ഓപ്ഷൻ നമുക്കുള്ളത്. ഇപ്പോൾ എയും ബിയും നോക്കുകയാണെങ്കിൽ എല്ലാ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും പവർ സെയിം ആണ്, 30 kW. നെക്സ്റ്റ് RPM നോക്കുക. സിയും ഡിൻ്റെ RPM 750 ആണ്. അതായത് ആ ഫ്ലൈ വീല് ആ എൻജിൻ വർക്ക് ചെയ്യുന്നത് 750 RPM-ലാണ്. അതായത് ചെറിയ സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ചെറിയ സ്പീഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലൈ വീല് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും? ലെസ്സർ വെയിറ്റ് ഫ്ലൈ വീല് മതി. സോ നമുക്ക് സിയും ഡിയും ക്യാൻസൽ ചെയ്യാം. ഇനി അടുത്ത് എയും ബിയും നോക്കുക. എയും ബിൻ്റെ 2 എൻജിൻ്റെയും പവർ സെയിം ആണ്, അത് വർക്ക് ചെയ്യുന്ന RPM-ഉം സെയിം ആണ്. പക്ഷേ നോക്കുക, ഒന്ന് 4 സ്ട്രോക്ക് എൻജിനാണ്, മറ്റേ എന്താണ്? 2 സ്ട്രോക്ക് എൻജിനാണ്. നമുക്കറിയാം 4 സ്ട്രോക്ക് എൻജിൻ എപ്പോഴും എന്താണ്? 2 സ്ട്രോക്ക് എൻജിനെക്കാട്ടി ഹെവിയർ ആണ്. സോ കറക്റ്റ് ആൻസർ എന്ത് വരും? എ ഇസ് ദ കറക്റ്റ് ആൻസർ. സോ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലൈറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് വോളറ്റൈൽ ലിക്വിഡ് ഫ്യൂവൽ. ഈ തന്നിരിക്കുന്ന ഫ്യൂവൽ ഏറ്റവും ലൈറ്റസ്റ്റും ഏറ്റവും പെട്ടെന്ന് തീ പിടിക്കുന്നത് ഏതാണെന്ന് ക്വസ്റ്റ്യൻ. നമുക്കറിയാം പെട്രോൾ ഹൈലി വോളറ്റൈലാണ്, പക്ഷേ പെട്രോൾ നമുക്കിതിലില്ല. വേറെ എന്താ നമുക്ക് ഓപ്ഷൻ ഉള്ളത്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും പെട്ടെന്ന് തീ പിടിക്കുന്നത് ഗ്യാസോലിൻ ആട്ടോ. ഗ്യാസോലിനാണ് ഇതിൽ ഏറ്റവും ലൈറ്റസ്റ്റും ഇതിൽ പെട്ടെന്ന് മോസ്റ്റ് വോളറ്റൈൽ പെട്ടെന്ന് ഫയറിങ് ചെയ്യുന്നത്. നെക്സ്റ്റ്,
The working pressure and temperature inside the cylinder of an internal combustion engine is dash as compared to steam engine. അതായത് ഒരു ഐ സി എൻജിനിൽ ഉണ്ടാകുന്ന പ്രഷറും ടെമ്പറേച്ചറും ഒരു സ്റ്റീം എൻജിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാം ഈ ഐ സി എൻജിനിൽ വളരെ ഹൈ പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കംപ്രഷൻ്റെ സമയത്ത്. അതുപോലെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചറും വളരെ ഹൈ ആണ്. സോ എന്തായിരിക്കും സ്റ്റീം എൻജിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും എന്തായിരിക്കും, വളരെ ഹൈ ആയിരിക്കും. സോ ആൻസർ എന്ത് വരും, വെരി ഹൈ, ആൻസർ ഡി. നെക്സ്റ്റ്, ദി ലോഡ് പൾസേറ്റിംഗ് നോയ്സ് ഹേർഡ് വിത്തിൻ ദി സിലിണ്ടർ ഓഫ് എൻ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ ഈസ് നോൺ ആസ്. അതായത് ചില സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഒരു ബൊമ്പാർഡിങ് സൗണ്ട്, അതായത് സിലിണ്ടറിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു ഹിറ്റ് ചെയ്യുന്ന സൗണ്ട് കേൾക്കും. ഇതിൻ്റെ ഉള്ളിൽ എയർ ഫ്യൂൽ വന്നിട്ട് ഇതിൽ ഹിറ്റ് ചെയ്യുന്ന സൗണ്ട് കേൾക്കും. ആ ഹിറ്റ് ചെയ്യുന്ന സൗണ്ടിന് പറയുന്ന പേരെന്താണ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസറാണ് ഡിറ്റോണേഷൻ. അതായത് സിലിണ്ടറിൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോയിസ്, ആ വോയിസിന് പറയുന്ന പേരാണ് എന്ത്, ഡിറ്റോണേഷൻ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് മീഡിയം ഈസ് കംപ്രസ്ഡ് ഇൻ എ ഡീസൽ എൻജിൻ സിലിണ്ടർ. അതായത് ഡീസൽ എൻജിനിൽ ഏതാണ് നമ്മൾ കംപ്രസ് ചെയ്യുക, എയർ ആണോ, എയറും ഫ്യൂവലും കംപ്രസ് ചെയ്യുമോ, അത് എയറും ലബ് ഓയിലും ആണോ, ഫ്യൂവൽ മാത്രമാണോ, ഏതാണ് നമ്മൾ ഡീസൽ എൻജിനിൽ കംപ്രസ് ചെയ്യുന്നത്, എയർ മാത്രമാണ് അല്ലേ. നമ്മൾ ഡീസൽ എൻജിൻ പറഞ്ഞ വേറൊരു പേരെന്താണ്, കംപ്രഷൻ ഇഗ്നിഷൻ എൻജിൻ. നമ്മൾ എയർ മാത്രമാണ് അവിടെ കംപ്രസ് ചെയ്യുക. ഫ്യൂവൽ എന്താണ് നമ്മൾ ചെയ്യുക, ഫ്യൂവൽ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യും. എക്സ്റ്റേണലി നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ടർ വെച്ച് ഫ്യൂവൽ ഇഞ്ചെക്റ്റ് ചെയ്യും. സോ ആൻസർ എന്താണ്, എയർ മാത്രമാണ് നമ്മളവിടെ കംപ്രസ് ചെയ്യുക. നെക്സ്റ്റ്, ദി മിനിമം ക്രാങ്ക് സ്പീഡ് ഇൻ കേസ് ഓഫ് പെട്രോൾ എൻജിൻ ഈസ് എബൌട്ട്. അത് പെട്രോൾ എൻജിനിൽ മിനിമം ക്രാങ്കിങ് സ്പീഡ്, ക്രാങ്ക് എത്ര മിനിമം സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ, 60 to 80 RPM. ഇതാണ് പെട്രോൾ എൻജിനിലെ ക്രാങ്കിൻ്റെ ഏറ്റവും മിനിമം സ്പീഡ്. നെക്സ്റ്റ് നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ. 2 സ്ട്രോക്ക് പെട്രോൾ എൻജിൻ, 4 സ്ട്രോക്ക് പെട്രോൾ എൻജിൻ, ഡീസൽ എൻജിൻ, സ്റ്റീം ടർബൈൻ. ഇതിലേതാണ് ഒരു ഐ സി എൻജിൻ അല്ലാത്ത എന്ന ക്വസ്റ്റ്യൻ. അറിയാം, ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 4 സ്ട്രോക്ക് എൻജിനും 2 സ്ട്രോക്ക് എൻജിനും ഒക്കെ എന്താണ്, കംസ് അണ്ടർ എസ് ഐ എൻജിൻ ഓർ സി എൻജിൻ ആണ്. സോ അത് ഐ സി എൻജിൻ ആണ്. എഗെയിൻ ഡീസൽ എൻജിൻ ഓൾറെഡി ഐ സി എൻജിനാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോ കറക്റ്റ് ആൻസർ ഏതാ, സ്റ്റീം ടർബൈൻ ഐ സി എൻജിൻ അല്ല. സോ ആൻസർ ഈസ് ഡി, സ്റ്റീം ടർബൈൻ ഈസ് നോട്ട് എ ഐ സി എൻജിൻ. നെക്സ്റ്റ്, ദി സ്പാർക്ക് ഇഗ്നിഷൻ എൻജിൻസ് ആർ ഗവേൺഡ് ബൈ എന്ന് വെച്ചാൽ അതെങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, ഗവൺ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ഡിഫറെൻറ്റ് ഓപ്ഷൻ നോക്കുക. ഹിറ്റ് ആൻഡ് മിസ് ഗവർണിങ്, അതൊന്നും നിങ്ങൾ ജസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത് നോക്കുക, ക്വാളിറ്റേറ്റീവ് ഗവർണിങ്, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ഗവർണിങ്. നമുക്ക് മെയിനായിട്ട് 2 എൻജിനാണ് പഠിക്കുന്നത്, അതായത് സ്പാർക്ക് ഇഗ്നിഷൻ എൻജിനും കംപ്രഷൻ ഇഗ്നിഷൻ എൻജിനും. അപ്പോൾ സ്പാർക്ക് ഇഗ്നിഷൻ എൻജിനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അതായത് എയറും ഫ്യൂവലും മിക്സ്ചറാണ് യൂസ് ചെയ്യുന്നത്. എയർ ഫ്യൂവൽ മിക്സ്ചർ, അതായത് എയർ ഫ്യൂവൽ മിക്സ് ചെയ്യുമ്പോൾ എയറും ഫ്യൂവലും നമ്മൾ ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ മിക്സ് ചെയ്യുകയാണ്. സോ അവിടെ നമുക്ക് ആ മിക്സ് ചെയ്യുന്നതിൻ്റെ അളവ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ചെയ്യുന്നത്, സ്പാർക്ക് ഇഗ്നിഷൻ എൻജിൻ കൺട്രോൾ ചെയ്യുന്നത് അളവ് കൺട്രോൾ ചെയ്തിട്ട്, അതായത് എയർ ഫ്യൂവൽ മിക്സ്ചറിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുക. അളവ് കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ഗവർണിംഗ് ആണ്. അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഗവർണിംഗ്, അളവ് കൺട്രോൾ ചെയ്യുക ക്വാണ്ടിറ്റേറ്റീവ് ഗവർണിംഗ് ആണ്. പക്ഷെ നോക്കുക, നമ്മളിപ്പോൾ സി ഐ എൻജിൻ ആണെങ്കിൽ അവിടെ എന്താ ചെയ്യുന്നത്, എയർ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, ഫ്യൂവൽ എന്താ നമ്മൾ എക്സ്റ്റേണലി സപ്ലൈ ചെയ്യണം അല്ലേ. സോ അവിടെ നമ്മൾ ക്വാളിറ്റി ആണ് നോക്കുക. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ക്വാളിറ്റി നോക്കുക. നമ്മൾ എക്സ്റ്റേണലി ഇഞ്ചെക്ട് ചെയ്യുന്ന ഫ്യൂവലിൻ്റെ ക്വാളിറ്റി നോക്കും. സോ ഇവിടെ എന്താണ്, നമ്മൾ എത്ര എമൗണ്ട് എയർ ഫ്യൂവൽ മിക്സ് ചെയ്യുന്നത് നോക്കുക. സോ ഇവിടെ എന്താണ് ആൻസർ, ക്വാണ്ടിറ്റേറ്റീവ് ഗവർണിംഗ്. സോ ആൻസർ ഈസ് സി, ക്വാണ്ടിറ്റേറ്റീവ് ഗവർണിംഗ്. നെക്സ്റ്റ് ഒന്ന് നോക്കുക, തെർമൽ എഫിഷ്യൻസി ഓഫ് എ 2 സ്ട്രോക്ക് സൈക്കിൾ എൻജിൻ ഈസ് ഡാഷ് എ 4 സ്ട്രോക്ക് സൈക്കിൾ എൻജിൻ. അത് നമ്മൾ 2 സ്ട്രോക്ക് സൈക്കിൾ എൻജിൻ്റെ എഫിഷ്യൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. 4 സ്ട്രോക്കായി കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. എന്താണ്, എപ്പോഴും എന്തായിരിക്കും 2 സ്ട്രോക്കിൻ്റെ എഫിഷ്യൻസി 4 സ്ട്രോക്കിനെക്കാട്ടും കുറവായിരിക്കും, ബി, ലെസ് ദാൻ. നെക്സ്റ്റ്, സ്കാവെഞ്ചിങ് ഈസ് യൂഷ്വലി ഡൺ ടു ഇൻക്രീസ്. നമ്മൾ പറഞ്ഞു സ്കാവെഞ്ചിങ്ങിൽ എന്താ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ബേൺഡ് ആയിട്ടുള്ള ഗ്യാസസ് എന്ത് ചെയ്യും, സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ നമുക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ പവർ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. സോ ആൻസർ എന്താണ്, സി, ഇൻക്രീസ് ദി പവർ ഔട്ട്പുട്ട്. നെക്സ്റ്റ്, സ്റ്റോഷിയോമെട്രിക് റേഷ്യോ ഈസ്. ഇത്രയേ ഉള്ളൂ സ്റ്റോഷിയോമെട്രിക് റേഷ്യോ എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് എയർ ഫ്യൂൽ റേഷ്യോ കറക്റ്റായിട്ട് നമ്മൾ എടുക്കുക, അതായത് കറക്റ്റായിട്ട് മിക്സ് ചെയ്യുക. അതായത് നമ്മൾ പറയുന്നത് കെമിക്കലി കറക്റ്റായിട്ട് എയർ ഫ്യൂൽ റേഷ്യോ മിക്സ് ചെയ്യുക. അതിനെയാണ് സ്റ്റോഷിയോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ 2 ഓപ്ഷൻ ഉണ്ട് അല്ലേ, കറക്റ്റ്
കെമിക്കലി കറക്റ്റ് എയർ ഫ്യൂൽ റേഷ്യോ ബൈ വെയിറ്റ്, കെമിക്കലി കറക്റ്റ് എയർ ഫ്യൂൽ റേഷ്യോ ബൈ വോളിയം. സോ നമ്മൾ നോക്കുക സ്റ്റോഷിയോമെട്രിക് നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് എമൗണ്ട് ഓഫ് എയർ ഫ്യൂൽ മിക്സ്ചർ റേഷ്യോ ആണ് ചെയ്യുന്നത്. സോ ആൻസർ എന്തായിരിക്കും? കറക്റ്റ് എയർ ഫ്യൂൽ റേഷ്യോ ബൈ വോളിയം. കറക്റ്റ് എയർ ഫ്യൂൽ റേഷ്യോ ബൈ വോളിയം, അത് എമൗണ്ട് ആണ് നമ്മൾ നോക്കുന്നത്. സോ ആൻസർ ഈസ് ബി. നെക്സ്റ്റ്, ദി പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് അപ്പ് ഓഫ് എ ലിക്വിഡ് ഇൻ ടു ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ബൈ സ്പ്രേയിങ് ഈസ് കോൾഡ്. ഇത് നോക്കുക, നമ്മൾ ഈ ഫ്യൂവൽ നമ്മൾ കൊടുക്കുമ്പോൾ ഫ്യൂവൽ എന്ത് ചെയ്യും? നമ്മൾ ബ്രേക്ക് ചെയ്ത് ചെറിയ ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യുക. ഞാൻ പറഞ്ഞു CI എഞ്ചിൻ, അതായത് കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനിൽ ഞാൻ ഫ്യൂവൽ എന്താ ചെയ്യുന്നത്? ഫ്യൂവൽ ഇഞ്ചെക്റ്റ് ആണ് ചെയ്യുന്നത്. ഫ്യൂവൽ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യുക? അത് ഡയറക്റ്റ്ലി ഇഞ്ചെക്റ്റ് ചെയ്യില്ല, അത് ചെറിയ എന്താ ചെയ്യും? ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യുക. ആ ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ബ്രേക്ക് ചെയ്യണം. അതിന് പറയുന്ന പേരാണ് ചോദിക്കുന്നത്. എന്താണ് പേര്? ചെറിയതായി ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നോക്കി, ഓപ്ഷനിൽ ചെറുത് എന്നില്ലെങ്കിൽ കറക്റ്റായി വരുന്നത് അറ്റോമൈസേഷൻ. അറ്റോമൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? ചെറിയ പാർട്ടിക്കിളാക്കുക, അതാണ് അറ്റോമൈസേഷൻ. സോ ആൻസർ ഈസ് ഡി, അറ്റോമൈസേഷൻ. നെക്സ്റ്റ് നോക്കുക, ദി എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഓഫ് എൻ ഓട്ടോ സൈക്കിൾ ഈസ് കമ്പയർഡ് ടു ഡീസൽ സൈക്കിൾ ഫോർ ദി ഗിവൺ കംപ്രഷൻ റേഷ്യോ ഈസ്. അത് ഗിവൺ കംപ്രഷൻ റേഷ്യോ നോക്കുമ്പോൾ ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസി ഡീസൽ സൈക്കിളിൻ്റെ എഫിഷ്യൻസിനെ കാട്ടി എപ്പോഴും എന്താണ്? കൂടുതലാണ്. അത് ഗിവൺ കംപ്രഷൻ റേഷ്യോ അത് മാത്രം നോക്കുക. കംപ്രഷൻ റേഷ്യോ ആണെങ്കിൽ എപ്പോഴും ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസി ഡീസൽ സൈക്കിളിനെക്കാട്ടി കൂടുതലാണ്. വേറെ കംപ്രഷൻ റേഷ്യോ അല്ലാതെ വേറെ എന്താണെങ്കിലും എന്താണ്? ഡീസൽ സൈക്കിളിൻ്റെ എഫിഷ്യൻസിയാണ് കൂടുതൽ. കംപ്രഷൻ റേഷ്യോ മാത്രം എന്താണ്? ഡീസൽ സൈക്കിളിൻ്റെ എഫിഷ്യൻസി കുറവായിരിക്കും. സോ ആൻസർ എന്താണ്? സി, മോർ. ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. Last question, the actual volume of fresh charge admitted in 4-stroke petrol engine is equal to stroke volume and clearance volume, less than stroke volume, more than stroke volume. അതായത് ചോദിച്ചിരിക്കുന്നത് ഇതാണ് ആക്ച്വൽ വോളിയം. അതായത് നമ്മൾ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്ന ആക്ച്വൽ വോളിയം ഒരു 4-stroke പെട്രോൾ എഞ്ചിനിൽ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, സ്ട്രോക്ക് വോളിയം എന്ന് വെച്ചാൽ എന്താ? ടോപ്പ് ഡെഡ് സെൻറ്ററിനും ബോട്ടം ഡെഡ് സെൻറ്ററിനും ഇടയിലുള്ള പൊസിഷൻ, അതാണ് നമ്മൾ സ്ട്രോക്ക് വോളിയം. സോ ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇൻടേക്ക് വാൾവിൽ കൂടി സിലിണ്ടറിനുള്ളിലേക്ക് എടുക്കുന്ന ആക്ച്വൽ വോളിയം ഓഫ് ഫ്രഷ് ചാർജ് എന്ന് വെച്ചാൽ എപ്പോഴും എന്തായിരിക്കും? സ്ട്രോക്ക് വോളിയത്തിനെക്കാട്ടി കുറവായിരിക്കും. ഒരിക്കലും കൂടുതലാൻ പറ്റില്ല, എപ്പോഴും കുറവായിരിക്കും. സോ ആൻസർ ഈസ് സി, ലെസ് ദാൻ സ്ട്രോക്ക് വോളിയം. ഓക്കെ, താങ്ക് യു.